ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റിയും രുചികരവുമായ ഓട്സ് പുട്ട്. ഇത് കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. കവറിൻ്റെ പുറത്ത് റോൾഡ് ഓട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. തരിതരിപ്പോടെ പൊടിച്ചെടുത്താൽ മതി, നന്നായിട്ട് പൊടിയണ്ട. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ നിന്ന് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനെ ഒന്ന് നനച്ചെടുക്കാം. കുറേശ്ശെ വെള്ളമൊഴിച്ച് നനച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ പുട്ടിന് നനയ്ക്കുന്നത് പോലെയല്ല ഓട്സ് മാവ് നനച്ചെടുക്കുന്നത്. ഇത്തിരി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ലതുപോലെ നനഞ്ഞ് ഒന്ന് കുഴഞ്ഞിരിക്കണം. ഈ മാവ് നനച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതെങ്ങനെ പുട്ടുണ്ടാക്കുമെന്ന്. പക്ഷേ കുഴപ്പമില്ല. നമുക്കതൊന്ന് നന്നായിട്ട് നനച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെച്ച് മാറ്റി വയ്ക്കണം. അത് 10 മിനിറ്റ് നേരം ഇരുന്ന് ഒന്ന് കുതിർന്ന് കിട്ടണം. ഇപ്പം മാവൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവും കൂടി 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വരാം. ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം എന്താ നമ്മുടെ പുട്ടിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ബാക്കി മാവും കൂടി ഞാൻ എന്താ പൊടിച്ചെടുത്തിട്ടുണ്ട്. പുട്ട് വേവിക്കാൻ വേണ്ടി ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. ഞാനിവിടെ പുട്ടുണ്ടാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഓട്സ് മാവ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് വയ്ക്കാം. ഇനി ഇതൊന്ന് ആവി വരട്ടെ. കുറച്ച് നേരം അവിടെ നിന്ന് വെന്ത് ആവി നന്നായിട്ട് വരട്ടെ. ഇതാ ഇപ്പം ആവി വരുന്നുണ്ട്. നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഓട്സ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുറ്റിയും കൂടെ ഉണ്ടാക്കാം. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഓട്സ് മാവ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെയും മാവിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ നടുക്ക് മാത്രമേ തേങ്ങ ഇടുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ അത് പൊടിഞ്ഞു പോവും നമ്മൾ ഇട്ട് എടുക്കുമ്പോൾ. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് വയ്ക്കാം. ഇനി അതവിടെ ഇരുന്ന് ഒന്ന് ആവി വരട്ടെ. കുറച്ച് നേരം ഇരുന്ന് വെന്തിട്ട് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പുട്ടിൽ നിന്ന് ആവി വരുന്നുണ്ട്. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ രുചികരമായ ഓട്സ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.